അസ്സലാമു അലൈക്കും. നമ്മുടെ 5 ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയുമുള്ള ഒരു നിസ്കാരമാണല്ലോ തഹജ്ജുദ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് ഇശാ നിസ്കരിച്ച് ഒന്നുറങ്ങി എണീറ്റത് മുതൽ സുബ്ഹി ബാങ്ക് വരെയാണ്. 2 റക്അത്താണ് ചുരുങ്ങിയത്, കൂടിയത് എത്രയുമാവാം. നിങ്ങൾക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂറത്തോതി നൃത്തം ദീർഘിപ്പിക്കുന്നതാണ് നല്ലത്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന 25 നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 1. ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലം നിനക്ക് ലഭിക്കുന്നതാണ്. 2. എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക, ശാരീരിക, സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് തഹജ്ജുദ് നിസ്കാരം. 3. ഏത് വലിയ ദുആക്കും പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കും. 4. എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെടും. 5. എനിക്കിനി നന്നാവണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഹൃദയത്തിലുള്ള അസൂയ, കുശുമ്പ്, അഹങ്കാരം, ദേഷ്യം എല്ലാം നീക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തഹജ്ജുദ് പതിവാക്കിയാൽ മതി. 6. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇത്. 7. തഹജ്ജുദ് നിസ്കരിക്കുന്നവരിൽ സ്വാലിഹീങ്ങളുടെ അടയാളം ഉണ്ടാകും. 8. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. 9. അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും കാവൽ ലഭിക്കും. 10. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്ത് പ്രകാശം നൽകുന്നതാണ്. 11. കൂട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും ഇഷ്ടപ്പെട്ടവനാകും. 12. ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിയുള്ള സംസാരം വരികയും ഇതുവഴി ജനങ്ങൾക്കിടയിൽ വിലയും സ്വാധീനവും ലഭിക്കുകയും ചെയ്യും. 13. നമ്മൾ അറിയാത്ത വഴികളിലൂടെ അറിവുകൾ സമ്പാദിക്കാൻ കഴിയും. 14. സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ ഇവക്കുള്ള പരിഹാരമാണ് തഹജ്ജുദ് നിസ്കാരം. 15. അള്ളാഹു ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട്, അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ അവൻ എൻ്റെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അവർ? അല്ലാഹു തആല പറഞ്ഞു, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കും. അപ്പോൾ എനിക്ക് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് അവർ. ഈ ഒരു കാരണം മാത്രം മതിയല്ലോ തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ. ഇനി ആഖിറത്തിൽ കിട്ടുന്ന 10 നേട്ടങ്ങളെക്കുറിച്ച് കേൾക്കാം. 1. ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തും. 2. ഖബറിൽ നിന്ന് മുഖം പ്രകാശിച്ചവനായി പുറത്തു വരും. 3. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. 4. സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടക്കാൻ കഴിയും. 5. ഖിയാമത്ത് നാളിൽ വലത് കൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും. 6. സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും. 7. സ്വർണ്ണ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉള്ള ഭാഗ്യം അവന് ലഭിക്കും. 8. തിളങ്ങുന്ന കൊട്ടാരം പണിതു വെക്കും അല്ലാഹു തആല തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക്. 9. അള്ളാഹുവിനെ കാണാൻ കഴിയും. 10. അല്ലാഹു തആല സലാം പറയുമ്പോൾ അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സലാം അടക്കാനുള്ള ഭാഗ്യം തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്.